അതൊക്കെ അവിടുന്ന് കേട്ട കഥകളിലൂടെയാണ് ഞാൻ ഇങ്ങനെ, അതായത് ഞാൻ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഞാൻ യാത്ര ചെയ്യാറില്ല. ഞാൻ നിൽക്കും അവിടെ കുറച്ചു നേരം താമസിക്കും, കുറച്ച് ദിവസമോ മാസങ്ങളോ താമസിച്ചിട്ട് ആ കൾച്ചർ മൊത്തമായിട്ട് പഠിക്കും. അങ്ങനെ നമ്മൾ ഈ അവിടുത്തെ ലോക്കൽസിനായിരിക്കും കൂടുതൽ കഥകൾ. നമുക്ക് വിക്കിപീഡിയ പറയുന്നതിനേക്കാളും അവിടുത്തെ ആളുകൾ പറയുന്ന കഥകൾക്കായിരിക്കും ആധികാരികത ഉണ്ടാവുക. അപ്പൊ അവിടെ നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിട്ടും നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ ഇന്ന ആളെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതാരാ? അത് ഡോം രാജ, ഞങ്ങളുടെ രാജാവാണ് അയാള്. അങ്ങനെ പറയുമ്പോ എന്താ രാജാവിന്റെ പ്രത്യേകത? ഇപ്പൊ രാജാവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രാജാവ് ചണ്ടാളനാണ്, ലോവർ കാസ്റ്റ് ആണ്. സാധാരണ ഹൈകാസ്റ്റ് ആയിരിക്കും രാജാവ്. രാജാവ് അത് അറിയാതെ പ്രജകളെ തൊട്ട രാജാവ് പോയി കുളിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ വ്യവസ്ഥ. പക്ഷെ നേരെ തിരിച്ചാണ് അവിടെ. അവിടെ രാജാവിന് നമ്മൾ അറിയാതെ തൊട്ടുപോയാൽ നമ്മൾ പോയി കുളിക്കും, പ്രജകൾ പോയി കുളിക്കണം. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇന്ത്യയിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാശിയിലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോം രാജയുടെ പവർ മരണശേഷമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡോം രാജ വന്നിട്ട് ചിതയില് കൊള്ളി വെച്ചാൽ മാത്രമേ അവർക്ക് മോക്ഷം കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു ബിസിനസ് ഡീല് പോലെ അതിലിങ്ങനെ കാണാൻ പറ്റുന്നത്. അവരുടെ ബാക്ക് സ്റ്റോറി ഒക്കെ ഭയങ്കര നിങ്ങള് അന്വേഷിച്ചറിഞ്ഞിട്ടുള്ള അവരെ പരക്കെ കല്ലു ഡോം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആദി ഗുരു കാരണം അവര് കാണിച്ചൊരു ചതിയുടെ ബാക്കി പത്രമായിട്ടാണ് അവർക്ക് ശാപം കിട്ടിയ അയാൾ ചണ്ടാളനായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ എനിക്ക് പുരാവൃത്തങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ കഥകൾക്കും ഞാൻ ഇങ്ങനെ ഓരോ മിത്തുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ അത് വായനക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരമാവധി പുരാണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാശി എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ പരാമർശങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ നരേന്ദ്രമോദിയും ഇവരും തമ്മിലുള്ള ബന്ധം അത് ഫിക്ഷൻ ആണോ? അല്ല, ഫിക്ഷൻ അല്ല, അത് റിയാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് നരേന്ദ്രമോദി അത് പൊളിറ്റിക്കൽ ആക്കാൻ വേണ്ടിയിട്ടാണോ? അതല്ല, അത് ആക്ച്വലി നരേന്ദ്രമോദിയും ഡോം രാജയും പൊളിറ്റിക്കലി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിയാലിറ്റി എഴുതിയ സമയത്ത് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, അല്ലാതെ അതിനെ ഞാൻ ഫിക്ഷൻ വൽക്കരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല.